കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചെന്ന പരാതിയുമായി കുടുംബം. കോഴിക്കോട് വാണിമേൽ സ്വദേശി റീജിത്താണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. ഇടതുഭാഗത്തെ വൃക്കയിലെ കല്ല് നീക്കാൻ ശസ്ത്രക്രിയ നടത്തിയത് വലതുഭാഗത്താണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പരിശോധനയ്ക്കായി യൂറോളജി വിഭാഗം മേധാവി കൈക്കൂലി വാങ്ങിയെന്നും കുടുംബം പറയുന്നു. യൂറോളജി വിഭാഗത്തോട് റിപ്പോർട്ട് തേടി മെഡിക്കൽ കോളേജ് അധികൃതർ. ഓഗസ്റ്റിലാണ് വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്നതിനായി കോഴിക്കോട് വാണിമേൽ സ്വദേശി പറമ്പത്ത് റീജിത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത്. ആഗസ്റ്റ് 6 റീജിത്തിനെ കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വൃക്കയിലെ ഇടതുഭാഗത്തെ കല്ല് നീക്കം ചെയ്യുന്നതിനായിരുന്നു ശസ്ത്രക്രിയ. എന്നാൽ ഡോക്ടർമാർ വലതുഭാഗത്താണ് ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കുടുംബാംഗങ്ങളുടെ സമ്മതമില്ലാതെയാണ് ഇടതുഭാഗത്ത് ശസ്ത്രക്രിയ നടത്തിയതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. സർജറിക്ക് ഡേറ്റ് വന്ന് കിഡ്നി കല്ലുണ്ടെന്ന് പറഞ്ഞു സർജറി ചെയ്തു. ഒരു 10 മാസം മുന്നേ ആഗസ്റ്റ് 6 മെഡിക്കൽ കോളേജിൽ സർജറി ചെയ്തു. അപ്പോൾ റൈറ്റ് സൈഡിലായിരുന്നു കിഡ്നി കംപ്ലൈൻ്റ് ആയിരുന്നത്, പക്ഷേ ചെയ്തത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ അത് പഴുപ്പ് വന്നു. ഇവരെ ചികിത്സ 2 സൈഡിലും പഴുപ്പൊലിക്കുന്ന കണ്ടീഷനിലായി. പഴുപ്പ് ഊരി പോവുക, വീണ്ടും മരുന്ന് വെക്കാൻ വരിക. അപ്പോൾ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നതിനാൽ ഇത് തന്നെ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്, മാറിക്കോളും എന്ന് പറഞ്ഞു. സർജറി ഒന്നുകൂടി ചെയ്യാനുണ്ട്, സർജറി ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ സാധനം ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല. സാർ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. വൈഫ് പറഞ്ഞാൽ ഞാൻ ഒപ്പിട്ട് തരില്ല, സർജറി ചെയ്യേണ്ട, നിങ്ങൾ ചെയ്ത് ഉണക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. ഒപ്പിട്ടും കൊടുത്തില്ല. അവർ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് സൈഡിലും ചെയ്തിട്ട് തിരിച്ചു വന്നു. നമ്മളെ പെർമിഷൻ ഇല്ലാണ്ട് ചെയ്തു. അത് അപ്പോൾ ചോദിച്ചവൻ പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ പഴുപ്പെടുക്കാൻ വേണ്ടിയാണ് ലെഫ്റ്റ് സൈഡിൽ ചെയ്തതെന്നാണ്. അപ്പോൾ വീണ്ടും അത് രണ്ടും ഉണങ്ങിയില്ല. ഉണങ്ങാണ്ടായി വീണ്ടും ആഴ്ചകളോളം ഇവിടെ വന്ന് ചികിത്സ നടത്തി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ വേണുഗോപാലിന് 5000 രൂപ കൈക്കൂലി നൽകിയെന്നും റീജിത്തിന്റെ കുടുംബം പറയുന്നു. ഫസ്റ്റ് സർജറി കഴിഞ്ഞപ്പോൾ വേദന ഇത് മാറാണ്ടായപ്പോൾ അടുത്തുള്ള പേഷ്യൻസ് ഒക്കെ പറഞ്ഞ് ഡോക്ടർക്ക് പൈസ കൊടുത്തെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പൈസ കൊടുത്താൽ അത് കൃത്യമായി വന്ന് നോക്കുമെന്ന് പറഞ്ഞാൽ ഈ വേണുഗോപാൽ സാർ പൈസ വാങ്ങിയാലാണ്, പൈസ വീട്ടിൽ പോയി കൊടുത്താലാണ് സർജറിയും കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്ന് അടുത്തുള്ള പേഷ്യൻസ് ഒക്കെ പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മൾ പൈസ കൊടുക്കുന്ന പറ്റി വീട്ടിൽ പോയി പൈസ കൊടുത്തു. 5000 രൂപ കൊടുത്തു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മെയ് 18 റീജിത്തിനെ മെഡിക്കൽ കോളേജിൽ വീണ്ടും പ്രവേശിപ്പിക്കുന്നത്. ശ്വാസകോശത്തിനും വൃക്കകൾക്കും അണുബാധയുണ്ടായതിനെ തുടർന്ന് മെയ് 30 റീജിത്തിനെ ICUവിലേക്ക് മാറ്റി. അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്ന റീജിത്ത് ഇന്ന് പുലർച്ചെയോടെയാണ് മരിച്ചത്. ചികിത്സാ പിഴവിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പോലീസിനും പരാതി നൽകിയിരിക്കുകയാണ് റീജിത്തിന്റെ കുടുംബം. സംഭവത്തിൽ യൂറോളജി വിഭാഗം മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ജനം, കോഴിക്കോട്.